കാത്തിരുന്ന് നമ്മുടെ കുട്ടിച്ചാത്തൻകാവിലെ ഉത്സവമാണെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാനും മിന്നും കൂടിയിട്ട്. മിന്നും ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ നന്ദുവിനെ കണ്ടത്. നന്ദുവിനെ ഹായ് പറയണമെന്ന് ഒരൊറ്റ നിർബന്ധം. ഇവിടെയാണ് നമ്മുടെ അന്നദാനം നടക്കുന്നത് കേട്ടോ. അത് ദാസപ്പാപ്പൻ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് മുന്നേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പോയപ്പോൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഏട്ടന്മാരും വല്യച്ഛന്മാരും കുട്ടച്ചന്മാരും എല്ലാവരും തന്നെ ഭക്ഷണം വിളമ്പുന്ന ഓരോ തിരക്കിലാണ് കേട്ടോ. 3 ദിവസമായിട്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ഉത്സവത്തിന് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ഒത്തൊരുമ, അതാണ് ഏറ്റവും നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഉത്സവമായിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. പായസം ഉണ്ടായിരുന്നു, ഇതിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. അടിപൊളി ഭക്ഷണം തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത്. ഞാനും ബിജിതയും മിന്നും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി. അമ്പലത്തിലെത്തിയപ്പോൾ ഏട്ടനെ ഒരു നോട്ടം കണ്ടപ്പോൾ ഞങ്ങളൊരു ഫോട്ടോസ് എടുത്താണ് കേട്ടോ. ഇത് അയ്യപ്പൻകാവിന് താലം കൊളുത്തി അഭിഷേകം കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണിത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഉത്സവം വരുന്നത്. ഈ ഒരു അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മൊയ്തീൻ കടവ് ഉണ്ടല്ലോ, എന്നു നിൻ്റെ മൊയ്തീൻ സിനിമയിലെ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ. അവിടെയുള്ള അമ്പലമാണ് ഇത്. അവിടുന്ന് നമ്മൾ താലം കൊളുത്തിയിട്ട് അഭിഷേകമായിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. ഇനി ഉത്സവ കാഴ്ചകൾ കാണാം. നമ്മുടെ തേരിൽ ഇങ്ങനെ ഭക്തിഗാനം വെച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അത് കാരണം കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളൊരു വിഷയം കൊണ്ടാണ് ഞാനിവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ. വീഡിയോ കാണുന്ന പലർക്കും ആനയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഉത്സവമായിട്ട് വലിയ തോന്നിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഉത്സവം തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ ഉത്സവം കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്.
നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടോ. ഈ ഒരു പരിപാടി കൂടെ നമ്മുടെ ഉത്സവത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ വീഡിയോസൊന്നും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഭാഗം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പരിപാടിയായിരുന്നു. ഈ മേളത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ അമ്പലത്തിൽ നിന്ന് തന്നെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.